സാർ, ആഭ്യന്തര വൈദ്യുതി ഉത്പാദനത്തിൽ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 1306.238 മെഗാവാട്ടിൻ്റെ വർധനയുണ്ടായി. ഇതിൽ ജലവൈദ്യുത പദ്ധതികൾ വഴി 148.55 മെഗാവാട്ടും സൗരോർജ്ജ നിലയങ്ങൾ വഴി 1957.688 മെഗാവാട്ടുമാണ് വർദ്ധിച്ചത്. 40 മെഗാവാട്ട് ശേഷിയുള്ള തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയും 60 മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ വിപുലീകരണവും പൂർത്തിയായി. KSE മുഖേന സൗര പദ്ധതിയിലൂടെ 49,509 പുരപ്പുറങ്ങളിലായി 229.528 മെഗാവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ നിലയങ്ങൾ പൂർത്തിയായി. ഊർജ്ജ മേഖലയ്ക്കായി ആകെ 1156.76 കോടി രൂപ വകയിരുത്തുന്നു. സർ, വൈദ്യുതി ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് പമ്പ്ഡ് ആൻഡ് സ്റ്റോറേജ് പദ്ധതികൾ വിപുലമായി സമയബന്ധിതമായി നടപ്പിലാക്കും. ഇതിനായി ഒരു പ്രത്യേക പദ്ധതി നടപ്പിലാക്കാൻ 100 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് 2025-26 KSEBക്കായി 1088.8 കോടി രൂപ വകയിരുത്തുന്നു. ജലസേചന വകുപ്പിൻ്റെ പഴശ്ശി ഇറിഗേഷൻ ബാരേജിൽ നടപ്പിലാക്കുന്ന പഴശ്ശി സാഗർ പദ്ധതിക്ക് 10 കോടി രൂപ, മാരിപ്പുഴ ജലവൈദ്യുത പദ്ധതിക്കായി 2 കോടി രൂപയും മറ്റ് ചെറുകിട വൈദ്യുത പദ്ധതികൾക്കായി 12 കോടിയും വകയിരുത്തുന്നു. സാധ്യമായ ഇടങ്ങളിൽ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ആരംഭിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കും. പ്രസരണ ശൃംഖലകൾക്കായി 370 കോടി രൂപ വകയിരുത്തുന്നു. ജലവൈദ്യുത നിലയങ്ങളുടെ നവീകരണത്തിനും ആധുനികവൽക്കരണത്തിനുമായി 20 കോടി രൂപ വകയിരുത്തുന്നു. സർ, വാണിജ്യ നഷ്ടം കുറച്ചുകൊണ്ട് വരുന്നതിനുള്ള ദ്യുതി പദ്ധതിക്ക് 430 കോടി രൂപ വകയിരുത്തുന്നു. സർ, പകൽ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി സംഭരിച്ച് രാത്രി ലഭ്യമാക്കുന്നതാണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം BES. സംസ്ഥാനത്തിന് അനുവദിച്ച 500 മെഗാവാട്ട് BES കാസർഗോഡ് മൈലാട്ടിയിൽ 2026 പ്രവർത്തനം ആരംഭിക്കും. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നടപ്പിലാക്കുന്നതിനായി പ്രാഥമികമായി പ്രത്യേകമായി 5 കോടി രൂപ വകയിരുത്തുന്നു. ഊർജ്ജ മേഖലയിൽ നവീന പ്രവർത്തനങ്ങളും ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നതിനായി എസ്കോട്ട് എന്ന പദ്ധതിക്ക് 41.22 കോടി വകയിരുത്തുന്നു. അനർട്ടിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പാരമ്പര്യേകത ഊർജ്ജ മേഖലയ്ക്ക് 67.96 കോടി രൂപ വകയിരുത്തുന്നു. സാർ, പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ പദ്ധതികൾ പരിപാടികൾക്കായി 31.50 കോടി രൂപ വകയിരുത്തുന്നു. വിദൂര ആദിവാസി ഗ്രാമങ്ങളുടെ വൈദ്യുതിവൽക്കരണത്തിന് 5 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗ ഗോത്ര നഗരങ്ങളിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികൾ KSEBയുടെ ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികൾക്കായിട്ട് 6.5 കോടി രൂപ വകയിരുത്തുന്നു.